ഹലോ ഗായ്സ്. അപ്പോൾ വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് കാശ്മീർ യാത്രയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കാശ്മീർക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. പാക്കേജായിരുന്നു. ഫ്ലൈറ്റിനാണ് പോയിരുന്നത്. എൻ്റെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ട്രിപ്പായിരുന്നു കേട്ടോ. കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. കണക്ഷൻ ഫ്ലൈറ്റായിരുന്നു. കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ഡൽഹി, അങ്ങനെയായിരുന്നു നമ്മൾ പോയത്. ഞാൻ എയർപോർട്ടിലേക്ക് തന്നെ പോകുന്നത് ആദ്യമായിട്ടാണ്. എയർപോർട്ടിൽ ആദ്യമായിട്ടാണ്, ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ്, അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. മൊത്തത്തിൽ ഫുൾ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ ഈ ട്രിപ്പിന് പോകുന്നത്. അതുപോലെ തന്നെ ലോങ് ട്രിപ്പ് എൻ്റെ ഫസ്റ്റ് ടൈം ട്രിപ്പാണ് കേട്ടോ. ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ജേണി ഞാൻ ഇതുവരെ പോയിട്ടില്ല. മൊത്തത്തിൽ എല്ലാം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയത് തന്നെ. ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കറിയുന്നവരും ഉണ്ടായിരുന്നു, ഒരുപാട് പുതിയ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരെയും പരിചയപ്പെട്ടു. എല്ലാവരുടെയും കൂടെ പോയി. ഇൻഡിഗോ ആയിരുന്നു ഫ്ലൈറ്റ്. ആദ്യമായിട്ട് പോകുന്ന കാരണം കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ 2 ഫ്ലൈറ്റ് കയറാൻ പറ്റി, തിരിച്ച് വരുമ്പോഴും 2 ഫ്ലൈറ്റ് കയറാൻ പറ്റി. പിന്നെ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഫ്ലൈറ്റാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് പേടിയായിരുന്നു കേട്ടോ. പൊന്തി മുകളിലേക്ക് പോയപ്പോഴും ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോയിലാണ് കണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് മുകളിൽ പോയിട്ട് താഴെ ആ മേഘങ്ങളൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് മറ്റുള്ള വീഡിയോകളിൽ കണ്ട ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്കത് എന്താ പറയണ്ടേന്നറിയില്ല. അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ. അത് എനിക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും പെട്ടെന്നായിരുന്നു. നമ്മൾ പറയില്ലേ, എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്നൊരു ട്രിപ്പ് ഓഫർ വന്നു, ഓക്കെ പറഞ്ഞു, ഞങ്ങളങ്ങോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ സ്വപ്നം പോലെ ഉണ്ടായിരുന്നു പോയി വന്നത്. 8 ദിവസത്തെ ട്രിപ്പായിരുന്നു. അഫോർഡബിളായിട്ടുള്ള ട്രിപ്പായിരുന്നു. അടിച്ചു പൊളിച്ചു. കാരണം നമുക്ക് ഇങ്ങനൊരു അവസരങ്ങൾ ഇനി നമ്മളെ തേടി വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. കിട്ടുന്ന അവസരങ്ങൾ നമ്മളത് ആസ്വദിക്കുക. ഫ്ലൈറ്റ് കയറിയപ്പോൾ മാത്രമല്ല, ലാൻഡ് ചെയ്യുന്ന സമയത്തും ഒരു ടെൻഷനായിരുന്നു കേട്ടോ. എന്തായാലും ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറിയപ്പോൾ 4 പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറാൻ പറ്റി. പോകുമ്പോൾ 2 ഫ്ലൈറ്റായിരുന്നു, തിരിച്ചു വരുമ്പോൾ 2 ഫ്ലൈറ്റ് കയറി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഹൈദരാബാദിൽ നിന്ന് ഡൽഹി. പിന്നെ ഡൽഹിയിൽ നിന്ന് നമ്മൾ കട്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രെയിനിനാണ് പോയത്. AC ട്രെയിനായിരുന്നു. നമ്മളെല്ലാവരും ട്രെയിനിൽ പോയി കട്ര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ വന്നിറങ്ങിയപ്പോൾ തൊട്ട് തണവൊക്കെ തുടങ്ങിയിട്ടാണ്. ചെറുതായിട്ട് എല്ലാവരും എന്താ പറയുക, തണുത്തിട്ട് തൊപ്പി, സ്വെറ്റർ അതൊക്കെ ഇട്ട് തുടങ്ങി. പുലർച്ചെ ആയപ്പോഴാണ് ഞങ്ങൾ കട്രയിലെത്തിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കട്രയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ, നമ്മൾ ബസ്സിനാണ് കട്രയ്ക്ക് പോയത്. പോകുന്ന വഴിക്ക് നമുക്ക് ത്രിമൂർത്തി ഭവൻ കണ്ടു. ത്രിമൂർത്തി ഭവനിൽ നമ്മൾ പോയില്ല കേട്ടോ, നമുക്ക് ട്രെയിൻ മിസ്സാവരുതല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ഒന്നും പോയില്ല. പോണ വഴിക്ക് കണ്ടതാണ്. ഇതാണ് ത്രിമൂർത്തി ഭവൻ, അതായത് നമ്മുടെ നെഹ്റു താമസിച്ചിരുന്ന സ്ഥലം. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കയറിയത് കുറച്ച് നമ്മുടെ ഇന്ത്യ ഗേറ്റ് കാണാൻ കയറി. ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോയത്. പിന്നെ അത് പോരാഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഫോട്ടോസ് എടുത്ത് തരാനും റീൽസ് എടുത്ത് തരാനും ഒക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അതെല്ലായിടത്തും ഉണ്ടായിരുന്നു. ഈ ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് അതായിരുന്നു. അങ്ങനെ ഞങ്ങൾ കട്രയിലെത്തി. ഇത് ഞങ്ങൾ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. ഒരു 88 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആയിരുന്നു കേട്ടോ. 2 ബസ്സിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് പോയത്. ഇപ്പോൾ കട്ര വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വെയിറ്റ്.